നമസ്കാരം. കേരളത്തിൽ SIR-നെതിരെ പലതരത്തിലുള്ള ദുഷ്പ്രചരണങ്ങളും ഗൂഢാലോചനകളും ഒക്കെ നടക്കുന്നുണ്ട്. BLOമാർക്ക് വലിയ രീതിയിലുള്ള ജോലി സമ്മർദ്ദമാണെന്ന് പറഞ്ഞുകൊണ്ട് BLOമാർ ആത്മഹത്യ ചെയ്യുകയാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ SIR നീട്ടിവയ്പ്പിക്കാനും SIR-നെ തടസ്സപ്പെടുത്താനുമുള്ള എല്ലാവിധ ശ്രമങ്ങളും ചില തൽപര കക്ഷികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കേരളം മാത്രമല്ല, മറ്റു 12 സംസ്ഥാനങ്ങളിൽ ഈ SIR എന്ന് പറയുന്ന വോട്ടർ പട്ടിക സൂക്ഷ്മ പരിശോധന നടക്കുകയാണ്. കേരളത്തിലും അത് വിജയകരമായി തന്നെ നടക്കുന്നുണ്ട്. കേരള നിയമസഭ ഈ SIR-നെതിരെ പ്രമേയം പാസാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഇപ്പോൾ SIR നടത്തരുത് എന്നുകൂടി കേരള സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ ആവശ്യങ്ങളെല്ലാം തള്ളുന്നു. SIR കേരളത്തിൽ വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ നടപ്പിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. എതിർക്കുന്നവർക്ക് ആ എതിർപ്പ് ശബ്ദത്തിൽ കൊണ്ട് പ്രകടിപ്പിക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. കാരണം എല്ലാ വോട്ടർമാരും വലിയ രീതിയിൽ ഈ SIR-ൽ പങ്കെടുക്കാനുള്ള താല്പര്യം കാണിക്കുന്നുണ്ട്. അവർ BLOമാരോട് വലിയ രീതിയിൽ സഹകരിക്കുന്നുണ്ട്. BLOമാരോട് അങ്ങോട്ട് ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് ഈ SIR എങ്ങനെ എത്രയും വേഗം പൂർത്തീകരിക്കാം എന്ന് വോട്ടർമാർ വളരെ ഉത്സാഹത്തോടു കൂടി ഇതിൽ പങ്കാളികളാവുകയും ചെയ്യുന്നുണ്ട്. മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും മുസ്ലിം സംഘടനകളുമെല്ലാം വോട്ടർമാരുടെ പേര് SIR നടപടികളിലൂടെ കടന്നു പോകുന്നു എന്ന് ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എതിർപ്പ് മുസ്ലിങ്ങളെ ഈ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കാനാണ് SIR കൊണ്ടുവരുന്നത് എന്ന ഒരു ആഖ്യാനം CAA സമയത്ത് ഉണ്ടാക്കിയതുപോലെയുള്ള ഒരു വ്യാജ പ്രചരണം അത് ഇവിടെ വിജയിക്കാതെ പോകുന്നുണ്ട്. എല്ലാ ജനങ്ങളും SIR എന്ന പ്രക്രിയയിൽ പങ്കെടുക്കാൻ ഉത്സുകരായി രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ദുരന്ത ലഘൂകരണ വിഭാഗം മേധാവിയും അതോടൊപ്പം തന്നെ മലയാളിയുമായ മുരളി തുമ്മാരുകുടിയുടെ ഒരു പോസ്റ്റ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്. അതായത്, ഒരു സംശയമാണ്, അറിവുള്ളവർ ഉത്തരം പറയുമല്ലോ. കഴിഞ്ഞ മാസം നാട്ടിലുണ്ടായിരുന്നു, പക്ഷേ SIR പ്രോസസ്സിൽ പേരുണ്ടായിരുന്നില്ല. 2022 വോട്ടേഴ്സ് ലിസ്റ്റിലും 2002 വോട്ടേഴ്സ് ലിസ്റ്റിലും പേരുണ്ട്. എന്തുകൊണ്ടോ 2025 ലിസ്റ്റിലില്ല. ഇനി എങ്ങനെയാണ് തിരിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറുന്നത്? 2026 വരികയല്ലേ, ആരെങ്കിലും സ്ഥാനാർത്ഥിയാക്കാമെന്ന് പറഞ്ഞാൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തതുകൊണ്ട് ഒരു ചാൻസ് നഷ്ടപ്പെടുത്തരുതല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത്, ഇതും SIR-നെതിരായിട്ടുള്ള ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് വേണം കാണണം. അദ്ദേഹം ഇതിനെതിരെ അല്ലെങ്കിൽ SIR-നെ വിമർശിച്ചുകൊണ്ട് ഒരല്പം ഹാസ്യാത്മകമായി കൂടി എഴുതിയിരിക്കുന്ന ഒരു പോസ്റ്റാകണം. അതായത്, കേരളത്തിൽ SIR നടപ്പിലാകുമ്പോൾ ഈ പ്രവാസികൾ എന്തു ചെയ്യുമെന്നൊരു ആശങ്ക കേരളത്തിൽ പൊതുവേ ഉണ്ട്. ഈ ആശങ്കയ്ക്ക് അല്ലെങ്കിൽ ഈ ആശങ്കയെ ആളിക്കത്തിക്കാൻ വേണ്ടി ആയിരിക്കണം അദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ പോസ്റ്റിന് ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനോട് സംസ്ഥാനത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ തന്നെ പ്രതികരിക്കും എന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ മണിക്കൂറുകൾക്കകം തന്നെ കേരള ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ പ്രതികരണം വന്നു. 2025 ഒക്ടോബർ 27 പ്രസിദ്ധപ്പെടുത്തിയ വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് മാത്രമാണ് SIR ഫോം ലഭിക്കുന്നത്. താങ്കൾക്ക് ഫോം 6 ഓൺലൈനായി സമർപ്പിച്ച് പുതിയ വോട്ടറായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പ്രവാസിയാണെങ്കിൽ ഫോം 6A ആണ് ഉപയോഗിക്കേണ്ടത്. കൃത്യമായ ഉത്തരം കൃത്യമായ സമയത്ത് ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നും ഇത്തരത്തിൽ SIR-നെതിരെ പ്രചരണം നടത്തുന്ന, ഒളിഞ്ഞും തെളിഞ്ഞും പ്രചരണം നടത്തുന്ന ആളുകൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മനോഹാരിത. മുരളി തുമ്മാരുകുടിക്ക് SIR പ്രോസസ്സിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. പ്രവാസികൾ എങ്ങനെയാണ് ഇന്ത്യയിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവില്ല എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ നിരവധി പ്രവാസികൾക്ക് ഇപ്പോഴും ഇങ്ങനെ ഒരു സംശയമുണ്ട്. ആ സംശയം തീർക്കാൻ ഈ കുത്തിത്തിരിപ്പ് പോസ്റ്റ് ആണെങ്കിൽ കൂടി മുരളി തുമ്മാരുകുടിയുടെ പോസ്റ്റ് പ്രയോജനപ്പെടുന്നു. അതിന് കൃത്യമായ ഉത്തരം ചീഫ് ഇലക്ടറൽ ഓഫീസർ നൽകുകയും ചെയ്യുന്നു. സത്യത്തിൽ ഈ പ്രചരിപ്പിക്കുന്ന ആശയക്കുഴപ്പങ്ങളെല്ലാം വ്യാജമാണെന്നും അതൊക്കെ ഇത്രയേ ഉള്ളൂ എന്നും ഒരിക്കൽ കൂടി വെളിപ്പെടുത്തുകയാണ് കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.